വീണ്ടും ശ്രീ ലാൽകുമാർ, ഇപ്പോൾ BJP നടത്തുന്ന ഈ നീക്കത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഒന്നാമത്തെ കാര്യം ശ്രീ ലാൽകുമാർ, ഇത് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുക എടുക്കുക എന്നത് BJPയുടെ മുമ്പിൽ ഇപ്പോൾ ഉടൻ സാധ്യമാകുന്ന ഒരു സംഗതിയല്ല. ഇപ്പോൾ വനിതാ സംവരണ ബില്ല് പൂർണ്ണ തോതിലൊരു ഇലക്ഷൻ സ്ട്രാറ്റജി നിലയ്ക്ക് അവതരിപ്പിച്ചാൽ ബംഗാളിൽ TMCയോടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. TMC അവിടെ ഓൾറെഡി മത്സര രംഗത്ത് വനിതകൾക്ക് പ്രാതിനിധ്യം അനുവദിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28% സ്ത്രീകളെ മത്സരിപ്പിച്ച, ലോക്കൽ ബോഡിയിൽ 30%ഓളം സ്ത്രീകൾക്ക് സംവരണം ഏതാണ്ട് ഉറപ്പാക്കിയ ഒരു പാർട്ടി, ഒരു വനിതാ അധ്യക്ഷയുള്ള ഒരു പാർട്ടി, വനിതാ നേതാക്കൾ വേറെയും രാജ്യമാകമാനം അറിയപ്പെടുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയോട് ദേശീയ തലത്തിൽ ഒരു ബില്ല് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനും പാടായിരിക്കും, ഈ ബില്ലോട്ട് നടപ്പിലാക്കാനും പാടായിരിക്കും. സോ BJP കാണുന്ന ഒരു ലക്ഷ്യ പദ്ധതി എന്തായിരിക്കും? അവരെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു മൂവിങ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അല്ല, അത് ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഈ ഇലക്ഷൻ്റെ ശരിക്കുമുള്ള ചൂട് അവിടെ ചെന്നപ്പോൾ അറിഞ്ഞു. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ഫ്രെയിം വർക്കിലേക്ക് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നോക്കൂ, എന്തുകൊണ്ടാണ് കേരളത്തിൽ പെട്ടെന്ന് FCRA കൊണ്ടുവന്നത്, FCRAയുമായി ബന്ധപ്പെട്ട കാര്യം കൊണ്ടുവന്നത്? അത് അബദ്ധമല്ല. ബേസിക്കലി ആസാമിലും മറ്റുള്ള സ്ഥലത്തും കൊടുക്കുന്ന മെസ്സേജ് ഇതിനൊക്കെ ഉപരി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ ഗെറ്റ് ദ വോട്ട്സ് ഓർ നോട്ട് ഒരു ക്ലിയർ മെസ്സേജാണ് കൊടുക്കുന്നത്. അല്ലാതെ ഈ ബില്ല് കൊണ്ടിരുന്നവർ മണ്ടന്മാരല്ലല്ലോ. അപ്പോൾ അതൊരു മെസ്സേജാണ്, പൊളിറ്റിക്കൽ മെസ്സേജാണ് കമ്മ്യൂണിറ്റി വൈസ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് BJPക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സ്ക്യൂസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അത് അവർക്ക് കൃത്യമായി അറിയാം. അവർക്ക് ഒരു ദിവസത്തെ പദ്ധതി അല്ലല്ലോ, ഇതൊരു പാറ്റേൺ ആണ്. ഒരു സാധനം ചെയ്യുന്നു, അതിൽ എത്രമാത്രം വിഡ്രോ ചെയ്യുന്നു. ഈ അച്ഛനും പൊട്ടക്കാരും ഒക്കെ റോഡിലിറങ്ങി വേളം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് സംഭവിക്കുന്നത് അവർ അപ്പീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുറകോട്ട് പോകുന്നു വിചാരിക്കും. നോ, ഇവർ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്ക്വീസിങ് ആണ് നടത്താൻ പോകുന്നത്. അങ്ങനെയാണ് ഇവരെയൊക്കെ പിടിക്കാൻ പോകുന്നത്. അതിപ്പം വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യമാണ്. അതല്ല ഇവിടുത്തെ വേറെ ഒരു പ്രശ്നം അതിനകത്തുള്ളൂ. നോക്കൂ, ഇവർ പറയുന്ന കള്ളത്തരത്തെക്കുറിച്ചാണ്. 2011 സെൻസസ് ആണ് ഈ ബില്ലിനകത്ത് വന്നിരിക്കുന്നത്, ആണല്ലോ. ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2023 ഈ ബില്ല് പാസ്സാക്കുമ്പം അപ്ഡേറ്റഡ് സെൻസസിനെ ബേസ് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അപ്ഡേറ്റഡ് സെൻസസിലേക്ക് പോകാത്തത് എന്താണ്? അപ്പോൾ ഇത് മൊത്തത്തിലൊരു ഗിമിക്കാണ്. അതിനൊക്കെ ഉപരി വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഉള്ള 540 യൂണിറ്റാണ്, 540+ 3 യൂണിറ്റ് ഉണ്ട്. അത് 850 ആവും. ഇപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ നമ്മൾ എടുക്കുക. കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് തന്നെ ഈ പാർലമെന്റിൽ, പ്രത്യേകിച്ച് ലോക്സഭയിൽ സംസാരിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. ഇത് നല്ല ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നൊരു കാര്യമാണിത്. ബിക്കോസ് നിങ്ങൾ ഈ ഓവർ ക്രൗഡഡ് ആയിക്കഴിഞ്ഞാൽ പോലും റെപ്രസെന്റേഷൻ പ്രോപ്പർ ആകില്ല. ഒരു 850 പേർക്ക് 1 മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ എത്ര മണിക്കൂറായി? അത്രയും ഡേയ്സ് സത്യത്തിൽ ഇഫക്റ്റീവായിട്ട് പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്യാത്ത ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഇവിടെ നടക്കുന്ന അതാ പറഞ്ഞു, ചുമ്മാതെ നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കാം എന്നല്ലാതെ, അത് പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഇത് എത്രമാത്രം പ്രൊഡക്റ്റീവ് ആകും ഈ സ്റ്റേജിൽ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇത് ഇവർ ഇംപ്ലിമെന്റ് ചെയ്തെടുത്താൽ അതിന്റെ കോൺസിക്വൻസ് വലുതാണ്. എല്ലാവരും നോക്കുമ്പോൾ ഭരണഘടനാ ഭേദഗതിയാണ്, പാർലമെന്റിലെ ഭൂരിപക്ഷം വേണമെന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്, അതൊക്കെ ശരിയാണ്, തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഭരണഘടന എന്ന് പറയുന്ന സംഗതിയുടെ വാല്യൂസ് ഇപ്പോൾ എന്തുമാത്രം അവർ കീപ്പ് ചെയ്യുന്നുണ്ട്? അവർക്ക് എന്തെല്ലാം തരത്തിലുള്ള ബൈപ്പാസുകളുണ്ട് നമുക്കറിയാം, ഏതെല്ലാം വിഷയത്തിൽ നടപ്പിലാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. സോ BJPയെ സംബന്ധിച്ച് അടുത്ത സ്റ്റെപ്പിൽ BJPക്ക് നടപ്പിലാക്കിയേ പറ്റൂ. കാരണം BJPയുടെ 2014-ലെയും 2019-ലെയും 2024-ലെയും അവർ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകൾ തീർന്നു കഴിഞ്ഞു. അവർക്കിനി പുതിയ സംഗതി ആവശ്യമുണ്ട് ഇത് നിലനിർത്താൻ. സോ അവരതിന് ഏത് വഴിയെടുക്കില്ലേ? അതിന് ഏത് തരത്തിലുള്ള മാനിപ്പുലേഷൻ ഓർ ഫ്ലോർ മാനേജ്മെന്റ് അവർക്ക് എടുക്കും. അതെ, ഇത് വളരെ കറക്റ്റാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞ വളരെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതേ കാര്യം തന്നെയാണ് FCRA കാര്യത്തിലും പറഞ്ഞത്. അതും നടക്കും. കാര്യം അത് ഇതിനെക്കാട്ടിലും എളുപ്പം. അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതാ പറഞ്ഞ് ഈ കാര്യം ഇപ്പൊ പ്രതിപക്ഷം ഇച്ചിരി ശക്തമായി ഒരു വലിയ ബ്ലോക്കായി മാറുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റാണ് നമുക്കുള്ളത്. അതൊരു ഒരു റീസണബിളി ഗുഡ് ബെനിഫിറ്റാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഈ താങ്കൾ പറഞ്ഞ പോലെ ഫ്ലോർ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്ത് മാറ്റുക, സ്പീക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരെ മാറ്റുക എന്ന് പറയുന്ന പ്രോസസ് ഇവിടെ, അല്ലെങ്കിൽ അവിടുത്തെ പ്രൊസീജിയർ ഇവിടെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ഇന്ത്യ നോക്കൂ, ഇന്ത്യയാണ് ഏറ്റവും വളരെ ബൃഹത്തായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യം. പക്ഷെ നമുക്ക് ഡു വി ഹാവ് റിയൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് പാർലമെന്ററി പ്രൊസീഡിംഗ്സിനകത്ത്. താങ്കൾ പറഞ്ഞ കാര്യം വളരെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നടത്തിയെടുക്കാനുള്ള ശ്രമമാണ്, അവരുടെ അജണ്ട അതാണ്. കാര്യം അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഗുണം ഹിന്ദി ഹാർട്ട്ലാൻഡിന്റെ സഹായത്തോടുകൂടി മാത്രം രാജ്യം ഭരിക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് തരത്തിൽ അമെൻഡ് ചെയ്യാം, പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ
ആക്ഷൻസ് എടുക്കുക. നിങ്ങൾ പറഞ്ഞ പണം കൊടുക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ ഫണ്ട് പോകുന്ന ഈ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും. ലൂസേഴ്സ് ആരാണ്? കേരളം, തമിഴ്നാട്, ഈ പറയുന്ന പഞ്ചാബ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ലൂസേഴ്സ് ആകുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഇന്ത്യ, ഈസ്റ്റേൺ ഇന്ത്യ, സതേൺ ഇന്ത്യ പോയി കഴിഞ്ഞു. പിന്നെ ഈ പറയുന്ന ഹിന്ദി ഹാർട്ട്ലാൻഡ് കൗബെൽറ്റ് മാത്രം ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നമ്മളാണ് ഏറ്റവും കൂടുതൽ GST കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ആൾക്കാർ. നോക്കൂ, വി ആർ പേയിങ് എ ലോട്ട് ഓഫ് മണി ടു ദ നാഷണൽ കിറ്റി. നമ്മൾ ഒരുപാട് പൈസ നാഷണൽ കിറ്റിയിലേക്ക് കൊടുത്തിട്ടും അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇത് വന്നു കഴിയുമ്പോൾ എന്താ, പോപ്പുലേഷൻ കൺട്രോൾ നമ്മൾ നടത്തി, ബാക്കി എല്ലാ കാര്യങ്ങളും രാജ്യ താല്പര്യങ്ങൾ അനുസരിച്ച് നടത്തി, ഇതിനൊക്കെ നമ്മൾ പ്രൈസ് പേ ചെയ്യേണ്ട അവസ്ഥയിൽ വരുന്നു.